ചെന്നൈ പാസ്സാക്കി ആൾക്കാർക്ക് മടുത്തു തുടങ്ങി. ഇനി എന്തെങ്കിലും പുതിയ പരിപാടി പിടിച്ചാലേ നടക്കുള്ളൂ. അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി ചെന്നൈ പാസ്സൊന്നും തലപ്പാക്കട്ടി ബിരിയാണി കോപ്പൊന്നും ഇല്ലാതെ ഒരു പടം പിടിച്ച് ഇവന്മാർക്ക് കാണിച്ചു കൊടുത്തിട്ട് തന്നെ കാര്യം. കരത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ നായകനെ പട്ടാളത്തിൽ നിന്ന് പറഞ്ഞു വിടുന്ന തൊട്ടിട്ടാണ് ഈ പടം തുടങ്ങുന്നത്. നിന്നെ പട്ടാളത്തിൽ നിന്ന് പറഞ്ഞു വിട്ടെന്ന് കേട്ടല്ലോ. ശ്രീജാന്റെ കുറച്ച് തൈര് തരുമോ? ചിക്കൻ ഫ്രൈയുടെ കൂടെ വെറും തൈരോ? എന്തായാലും ഈ ഡൈനിങ് ടേബിൾ സീന് നമുക്ക് മൊത്തത്തിൽ അങ്ങ് സ്കിപ്പ് ചെയ്തേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങളുടെ ലവ് ലൈഫിനെ പറ്റി സംസാരിക്കാം. അതായത് ഇവർ തമ്മിൽ ഭയങ്കര സിൻസിയർ ലവ് ആണ്. ബൈ ദ വേ ഇതാരാണെന്ന് ചോദിച്ചാൽ ദേവ് മിലിറ്ററിയിലൊക്കെ ആയിരുന്നല്ലോ. പണി പോയി അത് വേറെ കാര്യം. പക്ഷേ 2 ദിവസം ദേവിനെ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ ഇവള് പോയിട്ട് വേറൊരുത്തിനെ ഡേറ്റ് ചെയ്യും. അയാളാണ് ഇയാൾ. പക്ഷെ ആരും പേടിക്കണ്ട, ദേവ് തിരിച്ചു വന്നപ്പോൾ തന്നെ ഇവൾ ഇയാളെ അങ്ങ് ഒഴിവാക്കും. ആ ഒരു സിൻസിയറിറ്റി. അങ്ങനെ എന്തായാലും ഇവരുടെ പ്രണയത്തിന്റെ സിൻസിയറിറ്റി കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവരൊരു റൊമാൻറ്റിക് ട്രിപ്പ് പോകും. നമുക്ക് വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ആ തലയിടിച്ചതോടുകൂടെ ഇവള് നേരെ കോമയിലേക്ക് പോകും. പക്ഷെ നമ്മുടെ ചെറുക്കൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സിൻസിയറാണ്. അതുകൊണ്ട് തന്നെ പുള്ളി കാത്തിരിക്കും ഒരു 2 ആഴ്ച. എന്നിട്ട് ഇവ നേരെ പോയിട്ട് അടുത്ത കല്യാണം കഴിച്ച് കൊച്ചുവാകും. എല്ലാവരും 2 ആഴ്ച കൊണ്ട് കോമയൊക്കെ മാറണം, അത് ശരിയാ. എനിവേ അങ്ങനെ കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചൊക്കെ ആയ ശേഷം ജോലിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവർ ഇന്ത്യ വിട്ട് ലെനാർക്കോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകും. ലെനാർക്കോ അതൊക്കെ ഇത് സ്ഥലം എവിടെയെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. ഇത് വിനീത് ശ്രീനിവാസന്റെ ഒരു ഫിക്ഷണൽ സിറ്റിയാണ്, നമ്മുടെ ഗോതമൊക്കെ പോലെ. ഇതാണത്ര വിനീത് ശ്രീനിവാസൻ യൂണിവേഴ്സിലെ വില്ലന്മാരും കൊള്ളക്കാരും ഒക്കെ റൂൾ ചെയ്യുന്ന സിറ്റി. ഇതേപോലെയുള്ള പാട്ടുകെട്ട വില്ലന്മാരൊന്നുമല്ല, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഒക്കെ പോലെയുള്ള ടെറർ പരിപാടികളൊക്കെ ചെയ്യുന്ന വില്ലന്മാരാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഈ സിറ്റിയിൽ ഒരു ബാറിൽ വെള്ളം അടിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ നായകൻ ദേവ് കാണുന്നത് പുള്ളിയുടെ എക്സ് ഗേൾ ഫ്രണ്ടിനെയും ഇവിടെ വില്ലന്മാർ കിഡ്നാപ്പ് ചെയ്ത് മനുഷ്യക്കച്ചവടത്തിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത്. അത്ര ഇമോഷൻ ഒന്നും വേണ്ട. 2 ആഴ്ച കാത്തു കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചിട്ട് അവൻ ഇത്രയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, അല്ല ഇവള് കോമയിലായിരുന്നില്ല, ഇവൾ എങ്ങനെ ഇവിടെ എത്തിയെന്നൊക്കെ. അത് ഞാൻ പറഞ്ഞുതരാം ഫ്ലാഷ് ബാക്കിൽ. അപ്പോൾ ഫ്ലാഷ് ബാക്കിൽ കോമയിൽ എണീച്ചപ്പോൾ തന്നെ ഇവളുടെ അച്ഛനോട് പറയും ഇവക്ക് നമ്മുടെ നായകൻ ദേവിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന്. ആൻഡ് പുള്ളി അപ്പോൾ തന്നെ റിപ്ലൈ ആയിട്ട് പറയും ഇതേപോലെ ഒരു അൺസ്റ്റേബിൾ മൊണ്ണയൊന്നും നിനക്ക് കല്യാണം കഴിപ്പിച്ചു തരാൻ പറ്റില്ല എന്ന്. മൊണ്ണാന്നൊന്നും അങ്ങനെ പറഞ്ഞില്ലല്ലോ. അല്ല ഞാൻ കുറച്ച് കൈ നിട്ടതാ. എനിവേ ദേവിനെ കല്യാണം കഴിപ്പിച്ചു തരാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവള് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഒളിച്ചോടും. എന്നിട്ട് ദേവിനെ ഒന്ന് ഫോൺ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഇവള് പ്രതീക്ഷിച്ചത് ഒക്കെ ആയിരുന്നു. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് കിട്ടിയത് ഇവന്റെ കൊച്ചു കരയുന്ന സൗണ്ട്. ഇവർക്ക് അപ്പം തന്നെ കാര്യം മനസ്സിലായി. എല്ലാവരും സിൻസിയർ ലവേഴ്സൊക്കെ അങ്ങനെ അപ്പം തന്നെ അങ്ങ് മനസ്സിലാക്കി കളയും. അങ്ങനെ ഇതും കേട്ട് ഡിപ്രഷൻ അടിച്ച് ഇവൾ വീട്ടിലേക്ക് തിരിച്ചു കിടക്കുമ്പോഴാണ് വില്ലന്മാർ ഇവളെ കിഡ്നാപ്പ് ചെയ്ത് കപ്പൽ വഴി ലെനാർക്കോയിലേക്ക് എത്തിക്കുന്നത് മനുഷ്യക്കടത്തിനായിട്ട്. അങ്ങനെ ഈ ഫ്ലാഷ് ബാക്ക് ഒക്കെ കേട്ട നമ്മുടെ ദേവ് ഇവളെ ഇവിടെ നിന്ന് രക്ഷിക്കാന്ന് വാക്ക് കൊടുക്കും. ആൻഡ് നായകനായി പോയില്ലേ, അതുകൊണ്ട് ഇവളെ മാത്രമല്ല മനുഷ്യക്കടത്തിനായിട്ട് അവിടെ വെച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരെയും വില്ലന്മാരെയൊക്കെ അടിച്ചിട്ടിട്ട് നമ്മുടെ ദേവ് രക്ഷിക്കും. കഴിഞ്ഞ് ഇതാണ് ഇതിൻ്റെ കഥ. ഇത്രയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുഴപ്പമില്ല ഒരു ആവറേജ് പടം എന്നൊക്കെ. പക്ഷേ അത് ഞാൻ നിങ്ങൾക്ക് ഈ പടം പറഞ്ഞു തന്നോണ്ടാ. പടം കാണുമ്പോൾ നിങ്ങൾ വേറൊരു സാധനം കൂടെ കേൾക്കും, ദ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അതായത് ചില പടങ്ങളെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ലിഫ്റ്റ് ചെയ്ത് നമ്മൾ കേൾക്കാറുണ്ട്. അതേപോലെ തന്നെ ചില പടങ്ങളെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വലിച്ച് താഴെ ഇട്ടിട്ട് അങ്ങ് ചവിട്ടി കൂട്ടിക്കളയും. അതായത് സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ദേവ് ഇവളും കൂടെ ബ്രേക്കപ്പ് ആവാൻ വേണ്ടി പോകുന്ന സീനിൽ നിങ്ങൾ മാസ് BGM ഇട്ട് അത് സാരമില്ല, പിന്നെ വില്ലനും ദേവുമായിട്ടുള്ള ഫൈറ്റ് നടക്കാൻ വേണ്ടി പോകുന്ന സീനിൽ നിങ്ങൾ ഫീൽ ഗുഡ് BGM ഇട്ട് പക്ഷെ ഇതൊന്നും പോരായിട്ട് ലെനാർക്കോയിൽ ഫോറിനേഴ്സ് ആയിട്ടുള്ള ഫൈറ്റിന്റെ ഇടയിൽ നിങ്ങൾ ശിങ്കാരി മേളം ഇട്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടായ അവൻ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല. എനിക്ക് അറിഞ്ഞൂടെ ഈ BGM ഇവർക്ക് എങ്ങനെ ഇടാൻ തോന്നിയെന്ന്. ചിലപ്പോൾ വിനീത് ശ്രീനിവാസൻ വല്ലതും പറഞ്ഞു കാണും. എന്തൊക്കെ പറഞ്ഞാലും ഫൈറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ തിയേറ്റർ പൂരപ്പറമ്പാവണം. ആൻഡ് ബ്രോ ടു ദാറ്റ് സീരിയസ്ലി.